ഹലോ, വെൽക്കം ടു മൈ ചാനൽ മാഞ്ചസ് ഫെയിൽ. നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇടാനായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല, ആർട്ട് സംബന്ധമായ ഒരു വീഡിയോ ആണ്. പിന്നെ ചെയ്യുന്നത് ചേട്ടനാണ് ആർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനാണ് അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടനോട് പറയാൻ പറ്റുമ്പോൾ ചേട്ടന് ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളെന്നാൽ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ആദ്യമേ തന്നെ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷേ ലേറ്റ് വിട്ടുപോയി ഞാൻ. എന്താണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം നമ്മളുടെ ചാനലിൽ നിങ്ങൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ട് തരേണ്ടതാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആർട്ട് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് പോകാം. ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് ഇവിടെ എടുത്തേക്കുന്നത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്, ഒരു ചതുരത്തിലുള്ള ഒരു ഗ്ലാസ്. ആ ചതുരത്തിലുള്ള ഗ്ലാസ്സിൽ നമ്മൾ ആദ്യമേ തന്നെ അണ്ടർ കോട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അണ്ടർ കോട്ട് എല്ലാം ഉണങ്ങി വന്നതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ അടിച്ചു കൊടുത്തത് വൈറ്റ് പെയിൻ്റ് ആണ്. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ പെയിൻറ് അടിച്ചിട്ടുണ്ട്. ഈ ക്യാമറ എടുത്തേക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ. മോനായതുകൊണ്ട് ഞങ്ങളുടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് കിടന്നുകൊണ്ട് അങ്ങാടും ഇങ്ങാടും കിടന്ന് ഇളകുന്നുണ്ട്. ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ടൈം നമ്മളത് ക്ലിയർ ചെയ്യാം. നമുക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ വൈറ്റും ബ്ലൂവും അടിച്ച പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്യുന്നത് വേറൊന്നിനുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ആകാശം പോലെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഷെയ്ഡും കൂടി ആക്കി കഴിയുമ്പോൾ നമുക്കൊരു ആകാശത്തിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിനുശേഷം നമ്മളിവിടെ യെല്ലോ പെയിൻ്റാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം ആ യെല്ലോ പെയിൻറ്റും ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ വിചാരിക്കും എന്താണ് ഈ കാണിച്ചു കൂട്ടണേന്ന്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ, ആകാശവും അതേപോലെ തന്നെ കാടും അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പോകുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായി തീരുമെന്ന്. അപ്പോൾ നിങ്ങൾ പറയും അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിന് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുക, അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്നിക്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അവസാനമായിട്ട് നമ്മളിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻ്റെല്ലാം അടിച്ച് നമ്മുടെ ഗ്ലാസ് ഏകദേശം ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ വരച്ചു കൊടുക്കാൻ പോകുന്ന കുറേ വള്ളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വള്ളിയെല്ലാം വരയ്ക്കാൻ വേണ്ടിയാണ് അടുത്ത ശ്രമം. ചേട്ടൻ്റെ ഓരോ ആർട്ടാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യഗൗരവമില്ല, എന്നെ കണ്ടാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നന്നായിട്ട് ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഉപയോഗം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചിരുന്നതാണ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശ്യം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് അതിലും കൂടുതൽ ക്രിയേഷൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മളിവിടെ വള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഡാർക്ക് കളറിൽ ലൈറ്റ് ഷെയ്ഡും അതേപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് കളറും അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ വള്ളി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ കാടും പടലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിത്രശലഭമാണ്. അപ്പോൾ ചിത്രശലഭത്തിന് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായയുടെ ഒരു ഇതാണ്, ഷെല്ലാണ്. നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കല്ലുമ്മക്കായയുടെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ വീഡിയോ പോയി ഒന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്നൊരു കല്ലുമ്മക്കായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 കല്ലുമ്മക്കായ എടുത്തിട്ട് അതിനെ ഒരു എന്താ പറയുക ബട്ടർഫ്ലൈ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഗോസ് ബാൻഡേജ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഫെവിഗമ്മാണ് കേട്ടോ, ഫെവിഗമ്മിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ വേറെ നല്ല നമ്മുടെ ചിത്രശലഭത്തിൻ്റെ നടുഭാഗം, അതായത് എന്താ പറയുക ശരീരം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു നൂലെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ എന്താ പറയുക ചുറ്റി കൊടുക്കുക. അത് വേറൊന്നിനുമല്ല, അതിൻ്റെ ബോഡിയുടെ എന്താ പറയുക അതിൻ്റെ മേത്ത് ഇങ്ങനെ കുറച്ച് വരകൾ പോലെ ഇങ്ങനെ കാണാറില്ലേ, അതൊന്ന് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നൂല് വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നൂലെല്ലാം ചുറ്റി കൊടുത്ത് നമ്മുടെ ചിത്രശലഭത്തിനുള്ള ബോഡി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഞങ്ങളിവിടെ ഇപ്പം ഞങ്ങളുടെ ഒരു രീതിയിലാണ് കളർ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കല്ലുമ്മക്കായ ആദ്യമേ തന്നെ അണ്ടർ കോട്ട് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ അതിൻ്റെ മീതെ കുറേ ഡെക്കറേഷൻസ് കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ കല്ലുമ്മക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ അണ്ടർ കോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ ചിത്രീകരണത്തിൻ്റെ ഒടുവിൽ നമ്മുടെ ചിത്രശലഭങ്ങളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഗ്ലാസ്സിൽ ബാക്കിയുള്ള 2 പൂക്കളും ഒക്കെ വരച്ച് ഗ്ലാസ്സിനെ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിത്രശലഭത്തിൽ കൊമ്പുകളാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ടങ്കീസ് നൂൽ എടുത്തിട്ടുണ്ട്. അതിനി ജസ്റ്റ് ഒന്ന് തീ കൊണ്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു വശം ഉണ്ടല്ലോ, എൻ്റെ ഏറ്റവും അറ്റത്തെ വശം ജസ്റ്റ് ഒന്ന് വളഞ്ഞു കിട്ടും. അങ്ങനെ നമ്മുടെ ചിത്രശലഭം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ ബോഡി ഇതിൻ്റെ മീതിയിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യമേ തന്നെ ഫെവിക്വിക്ക് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോഡി ഇതിൻ്റെ മീതിയിലോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോക്കി നമ്മുടെ ചിത്രശലഭത്തിൻ്റെ മീതെ ബോഡിയൊക്കെ വെച്ച് കൊടുത്തും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ടങ്കീസിൻ്റെ നൂലില്ലേ, അതൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്കും നല്ല ഭംഗിയായില്ലേ. ആ ടങ്കീസിൻ്റെ നൂലിങ്ങനെ അറ്റം ഇത്തിരി ഇതായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തീയിൽ ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നോക്കിക്കേ. നമ്മൾ ചിത്രശലഭത്തിനെയൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്കും ഒരു ഭംഗിയായില്ലേ. അങ്ങനെ ഏകദേശം നമ്മുടെ ഗ്ലാസിൻ്റെ വർക്ക് ഫിനിഷ് ആവാറായി. ഇനി നമുക്കിതിൻ്റെ സൈഡാണ് ശരിയാക്കി എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്കിതിൻ്റെ ബോർഡറാണ് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ. അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിന് ചുറ്റും ബ്ലാക്ക് ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു, ഗ്ലാസിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ 2 വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു.